അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ പ്രാവർത്തികമാക്കേണ്ട വ്യത്യസ്ത പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്തരം പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ സുന്നത്തിനെ പിൻപറ്റുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാം ഒരു ദിവസത്തിലെ ഉറക്കം ഉണർന്ന് രാവിലെ ആദ്യമായിക്കൊണ്ട് ചൊല്ലേണ്ട പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അഹ്യാന ബഅദമാ അമാതന, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം പുനർജീവിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാകുന്നു നമ്മുടെ മടക്കവും. ഒരു വിശ്വാസി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കണം തൻ്റെ ദിവസം ആരംഭിക്കേണ്ടത്. ഉറക്കം എന്നത് ചെറിയ മരണമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ മരണത്തിൽ നിന്നും, അതല്ല എങ്കിൽ മരണത്തിൻ്റെ ഒരു പകുതി അവസ്ഥയിൽ നിന്നും വീണ്ടും അള്ളാഹു നമുക്ക് ജീവൻ നൽകിയിരിക്കുകയാണ്. ഉറക്കത്തിൽ തന്നെ എത്രയോ ആളുകൾ പിന്നീട് ഉറക്കമുണരാത്ത രൂപത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ അവസ്ഥയിൽ നമ്മെ ആക്കാതെ പുനർജീവിപ്പിച്ച് ഇനിയുമുള്ള ഈ ലോകത്തെ പുലരിയും ഇവിടെയുള്ള കാഴ്ചകളും ആസ്വാദനങ്ങളും അനുഭവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. അതിനുള്ള സ്തുതിയാണ് ആദ്യം തന്നെ നാം നടത്തുന്നത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് ഹൃദയം നിറഞ്ഞുകൊണ്ടുള്ള ഒരു അൽഹംദുലില്ലാ എന്ന സ്തുതിവാചകം പറയുകയാണ്. ഇനി യഥാർത്ഥ മരണത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന വാചകം കൂടി നമ്മൾ അവിടെ പറയുന്നുണ്ട്. വ ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് നമ്മുടെ മടക്കം എന്നത്. ഈ ചെറിയ മരണമെന്ന ഉറക്കത്തിൽ നിന്നും നാം ഉണർന്നു. ഇനിയും സ്വൈര്യവിഹാരങ്ങൾ നടത്താൻ നമുക്ക് ആയുസ് നൽകി. പക്ഷേ എത്ര തന്നെ ആയുസ് നൽകിയാലും, എത്ര തന്നെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാലും പിന്നീടും അവനിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങാനുള്ളത്. ഈ പ്രാർത്ഥന രാവിലെ അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന ഒരു വിശ്വാസി അവൻ്റെ ഹൃദയത്തിൽ പിന്നീട് അള്ളാഹുവിൻ്റെ ദീന് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതവും പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതാണ്. ആ ബോധത്തോടു കൂടിയുള്ള ജീവിതം അവനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള ഭാഗ്യം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശ്രേഷ്ഠത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നമ്മൾ ഉറങ്ങുമ്പോൾ പിശാച് 3 കെട്ടുകൾ നമ്മുടെ പിരടിയിൽ ഇടുന്നതാണ്. ഉറങ്ങി ആ ഉറക്കത്തിൽ നിന്നും രാവിലെ ഉണരുവാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ കെട്ടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പിശാച് പറയും, നീ ഉറങ്ങിക്കൊള്ളുക, അലൈക്ക ലൈലും ത്വവീലും, നിനക്ക് ഒരുപാട് രാത്രികൾ ഇനിയുമുണ്ട്, രാത്രി ഒരുപാടുണ്ട്, ഇനിയും ഉറങ്ങിക്കൊള്ളുക എന്ന് പറയുന്നതാണ്. ആ കെട്ടുകളെ പൊട്ടിക്കുന്ന 3 കാരണങ്ങളിൽ ഒന്നായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന പ്രാർത്ഥന ചൊല്ലുന്നവർക്കാണ്. ആ പ്രാർത്ഥന ചൊല്ലുന്നതോടുകൂടി ആദ്യത്തെ കെട്ട് അഴിയുമെന്നാണ്. ഇങ്ങനെ 3 കെട്ടുകൾ അഴിയുന്ന വ്യക്തിക്ക് അന്നത്തെ ദിവസം വളരെ അധികം ഉന്മേഷത്തോടുകൂടിയും ഉത്സാഹത്തോടു കൂടിയും അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടുവാൻ സാധിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലാതെയാണ് എങ്കിൽ, ആ കെട്ടുകൾ അഴിയാതെയാണ് എങ്കിൽ ഒരു വ്യക്തി ഉണരുന്നത് എങ്കിൽ അവൻ്റെ ജീവിതം അന്നത് വളരെ അധികം കെസിലായിക്കൊണ്ട്, അഥവാ മടിപിടിച്ച ഉന്മേഷമില്ലാത്ത അലസമായ ഒരു ജീവിതമായിരിക്കും, ഒരു ദിവസമായിരിക്കും അവന് ഉണ്ടായിരിക്കുക എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്, ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഉണരുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ നമ്മൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. നമ്മുടെ മക്കളെ നമ്മൾ അതിനായിക്കൊണ്ട് ഒരുക്കേണ്ടതുണ്ട്.
അതിനുവേണ്ടി നമുക്ക് ഓർമ്മ വരുന്ന രൂപത്തിൽ എഴുതി നമ്മൾ രാവിലെ തന്നെ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന രൂപത്തിൽ ഒട്ടിച്ചു വെക്കുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ ഈ പ്രാർത്ഥന ഓർമ്മ വരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.